ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സക്രിയാസിൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയാണ്. സ്നാപയോഹനാൻ ജനിക്കുന്നു. ഈ സ്നാപയോഹനാനെ കൈകളിലെടുത്തിട്ട് സക്രിയ ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കുക. ഇടപെട്ട ദൈവത്തെ, തൻ്റെ ജീവിതത്തിലും തലമുറകളിലൂടെയും ഇടപെട്ട ദൈവത്തെ സക്രിയ വാഴ്ത്തുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനോട് ഈ പിതാവ് പറയുകയാണ്. ഇപ്രകാരം പറയുന്നു. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 76-ാം തിരുവചനം. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുമ്പേ നീ പോകും. ഈ കുഞ്ഞിനോട് പറയുകയാണ്, നീ അത്യുന്നതൻ്റെ പ്രവാചകനാണ്, കർത്താവിന് വഴി ഒരുക്കുവാനായിട്ട് നീ അവിടുത്തെ മുമ്പേ പോകും. ദൈവം നൽകിയ ദാനമായ തൻ്റെ കുഞ്ഞിനെ കൈകളിലെടുത്തിട്ട് ആ കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ പ്രഘോഷിക്കുക. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലേക്ക് ഈ വചനഭാഗത്തൊന്ന് ചേർത്ത് വയ്ക്കാവോ? നിന്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും മനസ്സിലേക്കൊന്ന് ചേർത്ത് പിടിച്ചിട്ട് അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ നിനക്കൊന്ന് ധ്യാനിക്കാവോ? ദൈവിക പദ്ധതികളെ ഒന്ന് പ്രഘോഷിക്കാവോ? എല്ലാവരും ദൈവത്തിൻ്റെ ഛായ സൃഷ്ടിക്കപ്പെട്ടതല്ലേ? എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നതല്ലേ? കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഓരോരുത്തരെയും എടുത്തിട്ട് മനസ്സിലെന്ന് പറയാവോ, നീ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഉള്ള വ്യക്തിയാണ്. നിന്നെ ദൈവം ഈ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാ. നീ എൻ്റെ ജീവിത പങ്കാളിയായിരിക്കും, മക്കളായിരിക്കും, പക്ഷെ നീ ദൈവം എനിക്ക് തന്നതാ. ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയെ ഈ ക്രിസ്മസിൻ്റെ തലേദിവസം നിനക്കൊന്ന് പ്രഘോഷിക്കാവോ? നിന്റെ കുടുംബം അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് പോകും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടെ ഓർക്കുകയാണ്. ഈശോയെ, പ്രിയപ്പെട്ടവരെയൊക്കെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെയൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമായിട്ട് കാണുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടതായ കൃപകളും നന്മകളും എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ അങ്ങേ